നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും കുറച്ച് ഇടവേളകൾക്ക് ശേഷം കുത്തിത്തിരിപ്പുമായി വരികയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ. ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നു. ഈ ഒരു സമയത്ത് നമ്മൾ കൃത്യമായി തന്നെ നമ്മളെ ആക്രമിച്ച അല്ലെങ്കിൽ നമ്മളെ വിമർശിച്ച, നമ്മളെ പരിഹസിച്ച പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് നമ്മൾ നൽകിയത്. നമ്മളത് കണ്ടതാണ്. ഒരു മാസമായി ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഏതായാലും ഇപ്പോഴും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്താണ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പല രാജ്യങ്ങളിലും പോയിട്ട് തങ്ങൾക്ക് പരാജയം ഉണ്ടായി, തങ്ങളോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് യാചിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യക്കും പോർവിമാനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ. എന്നാൽ തങ്ങൾ 6 ഇന്ത്യൻ പോർവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാക് അവകാശവാദം പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹം ഇപ്പോൾ ഒരു ചാനലിലൂടെ പറഞ്ഞിരിക്കുകയാണ്. എത്ര പോർവിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടമായെന്ന് വ്യക്തമാക്കാൻ അനിൽ ചൗഹാൻ തയ്യാറായില്ല. ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറിനിടെ പോർവിമാനങ്ങൾ നഷ്ടമായെന്ന് സൈന്യം സമ്മതിക്കുന്നത്. പോർവിമാനം തകർന്നു വീണു എന്നതല്ല, എന്തുകൊണ്ട് അവ തകർന്നു വീണു എന്നതാണ് പ്രധാനം. എന്തൊക്കെ തെറ്റുകൾ പറ്റി എന്നതിലാണ് ശ്രദ്ധ, എണ്ണത്തിനല്ല പ്രാധാന്യമെന്നാണ് അനിൽ ചൗഹാൻ പറഞ്ഞത്. അന്നും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 2ാം ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ബ്രീഫിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ 3 കര, നാവിക, വ്യോമ, സൈനിക മേധാവികൾ അവിടെ എത്തി സംസാരിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് യുദ്ധം നടക്കുമ്പോൾ 2 ഭാഗത്തും കൃത്യമായിട്ട് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അന്നും കൃത്യമായിട്ട് പോർവിമാനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിനും ഉത്തരം നൽകിയിരുന്നില്ല. പക്ഷേ അദ്ദേഹം അന്നൊരു പറഞ്ഞ വാക്കുകൾ നമ്മുടെ പൈലറ്റുമാരടക്കം എല്ലാവരും ജീവനോടെ സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ടുണ്ട്, അതിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. ഇപ്പോഴിതാ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത്. അതുകൊണ്ട് തങ്ങൾ യുദ്ധതന്ത്രത്തിലെ പിഴവുകൾ പരിഹരിക്കുകയും പിന്നീട് മെയ് 7, 8, 9, 10 തീയതികളിൽ പാകിസ്ഥാനുള്ളിൽ കയറി വ്യോമത്താവളങ്ങളടക്കം കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്നും അനിൽ ചൗഹാൻ പറഞ്ഞു. തന്ത്രപ്രധാനമായ പാളിച്ചകൾ മനസ്സിലാക്കി പരിഹാരം കണ്ടതോടെ 2 ദിവസത്തിന് ശേഷം എല്ലാ ജെറ്റുകളും ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാനായി പറന്നുവെന്നും അനിൽ ചൗഹാൻ പറഞ്ഞു. ഇന്ത്യയുടെ 6 പോർവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ മാസം ആദ്യം പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നേരത്തെയും വിശദീകരണം നൽകിയിരുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവായുധം തടയാൻ അമേരിക്ക സഹായിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ചും പ്രതികരിക്കാൻ ജനറൽ അനിൽ ചൗഹാൻ തയ്യാറായില്ല. 4 ദിവസം നീണ്ട ഏറ്റുമുട്ടലിൽ ഇരു രാജ്യങ്ങളും ആണവായുധം പ്രയോഗിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളുടെ കാര്യക്ഷമതയിലും ജനറൽ ചൗഹാൻ സംശയം പ്രകടിപ്പിച്ചു. അവ പ്രവർത്തിപ്പിച്ചില്ല, ചൗഹാൻ വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടെ വ്യോമ പ്രതിരോധ സംവിധാനം, ഉപഗ്രഹ പിന്തുണയും ചൈന പാകിസ്ഥാനെ നൽകിയതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനം ഈ മാസം കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാന്റെ 300 കിലോമീറ്ററിനുള്ളിൽ കനത്ത സുരക്ഷയുള്ള വ്യോമ കേന്ദ്രങ്ങളിൽ കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞെന്നും സംയുക്ത സൈനിക മേധാവി അറിയിച്ചു. കനത്ത വ്യോമ പ്രതിരോധ കവചമൊരുക്കിയ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളെ അതും 300 കിലോമീറ്റർ ഉള്ളിൽ കടന്ന് കൃത്യതയോടെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. വെടിനിർത്തൽ തുടരുന്നത് പാകിസ്ഥാന്റെ ഭാവി നടപടികളെ ആശ്രയിച്ചിരിക്കും. പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ചുവപ്പ് രേഖ ഇന്ത്യ വരച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഷാൻഗ്രി-ല ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സംയുക്ത സൈനിക മേധാവി സിംഗപ്പൂരിലെത്തിയത്. അതിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ഇന്ത്യൻ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. നഷ്ടങ്ങൾ സർക്കാർ വെളിപ്പെടുത്തണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് വസ്തുതകളും സത്യങ്ങളും ജനങ്ങളോട് പാർലമെന്റിനോട് തുറന്നു പറയാത്തതെന്നും തൃണമൂൽ കോൺഗ്രസ് ചോദിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. സംയുക്ത സേനാ മേധാവിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും ഖാർഗെ പറഞ്ഞു. പ്രതിരോധ രംഗത്തെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് സമഗ്രമായ പരിശോധന കോൺഗ്രസ് ആവശ്യപ്പെട്ടുവെന്നും ഖാർഗെ പറഞ്ഞു. എന്തുകൊണ്ടാണ് തിരിച്ചടിയുടെ വസ്തുതകൾ വിദേശ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതെന്നും TMC രാജ്യസഭാംഗം സാഗരിക ഘോഷ് ചോദിച്ചു.
പാകിസ്ഥാനുമായുള്ള സമീപകാല യുദ്ധത്തിൽ ഏതാനും ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടതായി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ സമ്മതിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ കടന്നാക്രമിച്ചു. സർക്കാർ രാഷ്ട്രത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ മാത്രമേ ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയൂ എന്നും അദ്ദേഹം ആരോപിച്ചു. ഷാങ്ക്രി ലാ സംഭാഷണത്തിനിടെ ബ്ലൂബെർഗിന് നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാനുമായുള്ള സൈനിക സംഘർഷത്തിനിടെ ഇന്ത്യയുടെ നിരവധി യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി CDS അനിൽ ചൗഹാൻ പറഞ്ഞു. എന്നാൽ ഇസ്ലാമാബാദിൽ വീണ്ടും ആക്രമണം നടത്താൻ സായുധ സേന വേഗത്തിൽ തെറ്റുകൾ തിരുത്തിയെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സിംഗപ്പൂരിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നടത്തിയ ഒരു അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉടൻ വിളിച്ചു ചേർത്താൽ മാത്രമേ ഇവ ചോദിക്കാൻ കഴിയൂ. മോദി സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂടൽമഞ്ഞ് ഇപ്പോൾ മാറുകയാണ്. CDSന്റെ കുറ്റസമ്മതത്തിന് മറുപടിയായി ഖാർഗെ എക്സ് പോസ്റ്റിൽ ചെയ്തു. ഇതൊരിക്കലും കുറ്റസമ്മതമായിട്ട് തോന്നുന്നില്ല. ഈ മാസം ആദ്യം 6 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ ഒരു സൈനിക സംഘടനത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യ കുറച്ചു കാണുന്നു. നമ്മുടെ വ്യോമസേന പൈലറ്റുമാർ ശത്രുക്കളായി പോരാടുമ്പോൾ ജീവൻ പണയപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ പൈലറ്റുമാർ സുരക്ഷിതരായിരുന്നു എന്നാണ് CDSന്റെ അഭിമുഖം അനുസരിച്ച് തങ്ങൾ അത് ഉണ്ടാക്കി പരിഹരിച്ചു. പിന്നീട് 2 ദിവസത്തിന് ശേഷം വീണ്ടും അത് നടപ്പിലാക്കി. ദീർഘദൂര ലക്ഷ്യമാക്കി തങ്ങളുടെ എല്ലാ ജെറ്റുകളും വീണ്ടും പറത്തിയെന്നും ഖാർഗെ പറഞ്ഞു. കാർഗിൽ അവലോകന സമിതിയുടെ മാതൃകയിൽ ഒരു സ്വതന്ത്ര വിദഗ്ധ സമിതി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ സമഗ്ര അവലോകനം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. സംഭവങ്ങളുടെ ക്രമം പരിശോധിക്കുന്നതിനും ഭാവിയിലേക്കുള്ള ശുപാർശകൾ നൽകുന്നതിനുമായി 1999 കാർഗിൽ അവലോകന സമിതി രൂപീകരിച്ചു. അതേസമയം നേരത്തെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യത ആക്രമണങ്ങളും പാകിസ്ഥാൻ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ മിസൈൽ ആക്രമണങ്ങളും ഒരു ചെറിയ യുദ്ധമെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് മേധാവി ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ വിമർശിക്കുകയും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം തേടുകയും ചെയ്തു. ട്രംപിന്റെ അവകാശവാദം 1972 ഷിംല കരാറിനോടുള്ള നേരിട്ടുള്ള അപമാനമാണെന്നും ഖാർഗെ വിളിച്ചു. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉഭയകക്ഷി കരാറായിരുന്നു. 1971 യുദ്ധം കാശ്മീർ വിഷയത്തിൽ 3ാം കക്ഷി ഇടപെടൽ ഒഴിവാക്കുമെന്ന് സൂചന നൽകി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അത് പ്രഖ്യാപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ താൻ മധ്യസ്ഥ വഹിച്ചതായി മെയ് 10 ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. വെടിനിർത്തൽ ധാരണയ്ക്ക് ട്രംപ് വ്യക്തിപരമായ അംഗീകാരം അവകാശപ്പെടുമ്പോൾ പ്രധാനമന്ത്രി മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ തിരക്കിലാണെന്ന് ഖാർഗെ പറഞ്ഞു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു മധ്യസ്ഥനെന്ന നിലയിൽ USന്റെ പങ്ക് സർക്കാർ നിഷേധിച്ചത് ശ്രദ്ധേയമാണ്. സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് വെടിവയ്പ് നിർത്താൻ ഇന്ത്യൻ കൗണ്ടറിനോട് ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണെന്നും മിശ്രി മെയ് 10 പറഞ്ഞിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഹൈഫൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കണമെന്നും ഖാർഗെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 140 കോടി ദേശസ്നേഹികളായ ഇന്ത്യക്കാർ ഇത് അറിയാൻ അർഹരാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം തന്നെ നരേന്ദ്രമോദി എത്തുന്ന വേദികളിലെല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ഭീകരവാദികൾക്കും കടുത്ത മുന്നറിയിപ്പാണ് വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഭീകരർ തല ഉയർത്തിയാൽ അവരുടെ തരി പോലും ബാക്കി വെക്കില്ലെന്നാണ് മോദി കടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്.